Welcome and congratulations, day 2 of our 180 days challenge. ഇന്നലെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, ഒരു ഡിസിഷൻ എടുത്തു. The decision is I will take 100% responsibility for the result. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലാരിറ്റിയെ കുറിച്ചാണ്. ലൈഫിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് റോങ് ഡയറക്ഷൻ ആണെങ്കിലും റിസൾട്ട് കിട്ടത്തില്ല. എവിടെയാണോ നമുക്ക് പോകേണ്ടത് അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ആ എത്തേണ്ട ഡെസ്റ്റിനേഷനെ കുറിച്ച്. മഹാഭാരതം എടുത്ത് നോക്കിയാല് അർജുനൻ വളരെ വില്ലാളി ആയിരുന്നു, അല്ലെങ്കിൽ പോരാളിയായിരുന്നു. വില്ലാളി വീരൻ അല്ലെങ്കിൽ പോരാളിയായിരുന്നു. പക്ഷെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പല സന്ദർഭങ്ങളിലും ഭയം കൊണ്ടോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടോ നിസ്സഹായത കൊണ്ടോ കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ട്. ശരിയായ ഡിസിഷൻ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നറിയില്ല എങ്കിൽ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് എനിക്ക് മോട്ടിവേഷൻ ഇല്ല, ഞാൻ ഇടയ്ക്ക് ക്വിറ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞത്. സോ പവർഫുൾ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്കിന്ന് ക്ലിയർ ഡയറക്ഷൻ സെറ്റ് ചെയ്യാം. സോ ഇന്ന് ഞാൻ എന്താണ് എടുക്കേണ്ടത്, നാളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവിടെ ക്ലാരിറ്റി ഉണ്ടാകണം. ഈ 180 ജേർണിയിൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു മെയിൻ ഗോൾ ഉണ്ടാകണം. വൺ റീസൺ ദാറ്റ് വി ആർ ഇമോഷണലി കണക്റ്റഡ് ടു ദാറ്റ് ഗോൾ. അതായത് എന്തിന് ഞാൻ ഈ ഗോള് അച്ചീവ് ചെയ്യണം, അതിനൊരു റീസൺ ഉണ്ടാകണം, ഇമോഷണൽ റീസൺ ഉണ്ടാകണം. ഈ ഗോള് റീച്ച് ചെയ്യുന്നതിലൂടെ ഞാൻ റീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ റീച്ച് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടാകുന്നു. ദെൻ വൺ ഡെയിലി പ്രയോറിറ്റി ആൻഡ് വൺ ആക്ഷൻ ഫോർ മൂവ് ഫോർവേഡ്, വൺ ആക്ഷൻ. ഇതിന് നമുക്കൊരു എക്സസൈസ് എടുക്കാം. ഈ ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. ആ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ നമ്പർ 1, മൈ 180 ഗോൾ ഈസ് ഡാഷ്. ബുക്ക് എടുത്ത് എഴുതണേ. രണ്ടാമത്തത്, ഐ വാണ്ട് ദിസ് ബിക്കോസ്. ഈ ഗോൾ എന്തുകൊണ്ട് എനിക്ക് നേടണം. നമ്പർ 3, അച്ചീവിംഗ് ദിസ് ഗോൾ വിൽ ചേഞ്ച് ഡാഷ്. ഈ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ മാറ്റം ഉണ്ടാകും. നമ്പർ 4, ദ പേഴ്സൺ ഐ ബിക്കം ടു റീച്ച്, അല്ലെങ്കിൽ ബിക്കമിങ്. ഞാൻ ഏത് രീതിയിലുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ എന്തായി മാറും, ആരായി മാറും. ദെൻ ദ ലാസ്റ്റ് ഫൈനൽ പവർഫുൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ വൺ ആക്ഷൻ ദാറ്റ് ഐ ഷുഡ് ടേക്ക് ടുഡേ. ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുമ്പോൾ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസി ആയിട്ട് വരും. ഇതിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. Choose your direction. Take one step when the next step will become visible. ഒരു സ്റ്റെപ്പ് എടുത്താൽ മതി, അടുത്ത സ്റ്റെപ്പ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകും. A decide mind acts, and please do this exercise. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡേ അടുത്ത നമ്മുടെ ഗോളിലേക്ക് റീച്ച് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.